ഫാർമ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താ വിഷയം ഫാറ്റി ലിവർ എന്നതിനെ കുറിച്ചാണ്. ലിവറിന്റെ അകത്തെ സെല്ലുകളിൽ ഫാറ്റ് കയറി അടയുകയും ആ സെല്ലിന് ബൈൽ സോൾട്ട് അതിന്റെ എൻസൈംസ് അങ്ങനെ പുറപ്പെടുവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഹോൾ ബോഡിയിലെ വർക്കിംഗ്, ഹോർമോണിന്റെ വ്യതിയാനം, അങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഈ ഫാറ്റി ലിവർ കൊണ്ട് കാരണമാകുന്നു. ഇനി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഫാറ്റി ലിവർ? എക്സസ് ആയിട്ടുള്ള കലോറി ഇൻടേക്ക്, ഫുഡിൽ കൂടി എക്സസ് കലോറി ചെല്ലുകയും 1000 ബിലോ ആയിരിക്കണം ഒരു അഡൾട്ട് എടുക്കേണ്ട, പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ എടുക്കേണ്ടത് 1000 ബിലോ ആയിരിക്കണം. ലെസ് എക്സസൈസ് ഇത് മുഖേനയും, അതുപോലെ തന്നെ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് എന്നിവ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ട്രാൻസ് ഫാറ്റ് ആണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ഇത് ഫാറ്റി ലിവറിലോട്ട് പോകുന്നു. ഈ ട്രാൻസ് ഫാറ്റ് ഉപയോഗിക്കാൻ കാരണം അവർക്ക് കൂടുതൽ നാളാതെ നിലനിൽക്കാനും ആ സാധനം നല്ല ടേസ്റ്റും അത് കണക്ക് തന്നെ അതിന് വില കുറവുമാണ്. അപ്പൊ ആ ട്രാൻസ് ഫാറ്റ് ഫാറ്റി ലിവറിലോട്ട് നയിക്കുന്നു. അതുപോലെ പൂരിത കൊഴുപ്പ്, സാച്ചുറേറ്റഡ് ഫാറ്റ്, ഇത് കോക്കനട്ട് ഓയിലിനകത്തും പാം ഓയിലിനകത്തും കൂടുതലായിട്ടുണ്ട്. റെഡ് മീറ്റിന്റെ അകത്ത് കൂടുതലായിട്ടുണ്ട്. റെഡ് മീറ്റ് എന്ന് പറയുന്നത് മട്ടൺ, ബീഫ്, പോർക്ക് എന്നിവയാണ്. ഇത് ഹീമോഗ്ലോബിനും പ്രോട്ടീനും ഒക്കെ തരുന്നെങ്കിലും നമുക്ക് ഫാറ്റി ലിവറിന് കൂടുതൽ നയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒബേസിറ്റി, നമുക്ക് ഭാരം കൂടുതൽ, ബോഡിക്ക് ഭാരം കൂടുതലുണ്ടെങ്കിലും, അതുപോലെ തന്നെ ആൽക്കഹോളിസവും ഈ ഫാറ്റി ലിവറിലോട്ട് നയിക്കുന്നു. അത് സിറോസിസ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഒബേസിറ്റി കൂടുമ്പോൾ നമുക്ക് ഡയബറ്റീസിലോട്ട് മാറുന്നു, ഹൈ ട്രൈഗ്ലിസറൈഡിലോട്ട് മാറുന്നു. അങ്ങനെ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരാൻ സാധ്യത കൂടുന്നു. ഇനി ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, അങ്ങനെ ഫാറ്റി ലിവർ പോകുന്നു. അതിനുശേഷം അത് സിറോസിസിലോട്ടിലും അത് ലിവർ ക്യാൻസറിലോട്ടും വിവിധ ഇതുമായിട്ട് ഈ ബൈൽ സോൾട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുമായിട്ടുള്ള പല അവയവങ്ങൾക്കും ക്യാൻസറുകൾ ഉണ്ടാക്കാനും ഇത് നയിക്കുന്നു. അതുപോലെ തന്നെ ഒബേസിറ്റി കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത് ഡയബറ്റിക്കിലോട്ടും, അത് കഴിഞ്ഞ് ഹൈ കൊളസ്ട്രോളിലോട്ടും, അത് ഹാർട്ട് അറ്റാക്കിലോട്ടും, അങ്ങനെ പല അസുഖങ്ങൾക്കും ഇത് കാരണമാകുന്നു. ഈ ഫാറ്റി ലിവറിന്റെ സിംറ്റംസ് ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് എപ്പോഴും ഒരു തളർച്ച, നോട്ട് ഫീലിംഗ് വെൽ, നല്ല ഒരു ഉണർവില്ലാതെ ഇരിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഈ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ അബ്ഡോമന്റെ ഏറ്റവും മുകളിലോട്ട് പാർട്ടിൽ അവിടെ അന്നേരം പെയിൻ അനുഭവപ്പെടുക. ഇതൊക്കെയാണ് ആദ്യമായിട്ട് നമുക്ക് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. രണ്ടാമതായി നമുക്ക് ഇച്ചി സ്കിൻ, അതായത് എപ്പോഴും നമ്മുടെ സ്കിന്നിന് ചൊറിച്ചിൽ, കൈയുടെ ഈ പാമിലും കാലിന്റെ താഴ്വശത്തെ സോളിലും എല്ലാം നമുക്ക് നല്ലോണം ചൊറിച്ചിൽ, കാൽപാദത്തിലും എല്ലാം നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. ഇതുണ്ടാകാൻ കാരണം ഈ ബൈലാണ്, ഈ നമ്മുടെ ഫാറ്റി ലിവറിന്റെ അകത്ത് ബൈലാണ് ഈ ടോക്സിക്, നമ്മുടെ ബ്ലഡിന്റെ അകത്ത് വരുന്ന, നമ്മൾ ആഹാരത്തിലൂടെയും ഫുഡിലൂടെയും മെഡിസിനിലൂടെയൊക്കെ വരുന്ന ടോക്സിൻസിന്റെ, അതെന്ന് വെച്ചാൽ പോയിസണസ് ആയിട്ടുള്ള വസ്തുവിനെ പുറം തള്ളാൻ സഹായിക്കുന്ന ഈ ബൈലാണ്. പക്ഷെ ഇത് രോഗാവസ്ഥയിലായതുകൊണ്ട് ബൈൽ ധാരാളം പുറപ്പെടുവിക്കാതെ വരികയും ഈ ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ കൂടുകയും ബ്ലഡിൽ കൂടുകയും ചെയ്യുമ്പോൾ ഒരു ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉത്പാദിപ്പിക്കപ്പെടും. ഈ ഹിസ്റ്റമിൻ ഒരു അലർജിക് സാധനമാണ്, അലർജി നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അത് ചൊറിച്ചിലിന്, കൈകാൽ ചൊറിച്ചിലിനൊക്കെ, സ്കിന്നിന്റെ ചൊറിച്ചിലുകൾക്ക് കാരണമാകുന്നു. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് അബ്ഡോമിനൽ സ്വെല്ലിംഗ് ആണ്. അതായത് വയറ് വീർത്ത് വരുന്നു, അതായത് ഈ ഭാഗം ഭയങ്കരമായിട്ടും വീർത്ത് വരുന്നു. അത് വെച്ചാൽ ലിവർ വലുതാകുന്നതനുസരിച്ച് നമ്മുടെ വയറും വലുതാകുന്നു. മൂന്നാമതായി നമ്മുടെ കാലയിൽ നീര് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ നീര് വരുന്നത് നമ്മുടെ ബോഡിയിൽ മെറ്റാബോളിസം കറക്റ്റ്, ഈ ബൈലിന്റെ കുറവ് കൊണ്ട് മെറ്റാബോളിസം കറക്റ്റ് ആവാതെ വരികയും, അതുപോലെ തന്നെ ആ വാട്ടർ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ ധാരാളമായി അടിയുകയും ചെയ്യുമ്പോൾ, നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റ്, അധികമായി വരുന്ന വാട്ടർ കണ്ടന്റിനെ കാലിന്റെ പ്രത്യേകമായ ആംഗിൾ ജോയിന്റെ ഭാഗത്തോട്ട് വലിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ കാലിന്റെ ഭാഗത്തോട്ട് കൂടുതൽ അടിയാൻ കാരണം. അതുപോലെ തന്നെ ഈ അബ്ഡോമിനൽ ഭാഗം വലുതായി വരുന്നത്, അത് വെച്ചാൽ ലിവർ ഏറ്റവും വലിയ അവയവമാണ് നമ്മുടെ ബോഡിയിലെ, സ്കിന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അവയവമായ ലിവർ വലുതാകും. ഫാറ്റ് അടിയുമ്പോൾ അതിനേക്കാൾ വലുതാകുന്നു. അങ്ങനെ അബ്ഡോമൻ വലുതാകുകയും ഇവിടെ നമ്മുടെ ശ്വാസകോശത്തിന് സഹായിക്കുന്ന ഒരു മസിലുണ്ട്, മാതിരി നമ്മുടെ ഇവിടെ ഡയഫ്രം എന്ന് പറയും. ആ ഡയഫ്രത്തെ ചെന്ന് ഈ അബ്ഡോമിനൽ ക്യാവിറ്റി ചെന്ന് ഇടിക്കുന്നു, ഈ ഭാരം കൊണ്ട് ചെന്ന് ഇടിക്കുകയും ഈ ഡയഫ്രത്തിന് ഈ ശ്വാസകോശത്തെ സഹായിക്കാൻ, നമുക്ക് ശ്വാസം എടുക്കുന്നതിനൊക്കെ സഹായിക്കാൻ പറ്റാതെ വരികയും വരുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു.
അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് വഴി ഈ ബൈൽ സോൾട്ടിന്റെ പ്രശ്നം കൊണ്ട് ഹോർമോണൽ ഇംബാലൻസ് വഴി പ്രത്യേകമായി ഈസ്ട്രോജന്റെ പ്രൊഡക്ഷൻ ഒക്കെ കുറയുന്നത് മുഖേന നമ്മുടെ കാലിന്റെ താഴ്വശത്ത് പ്രത്യേകമായി സ്പൈഡർ വെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എട്ടുകാലിയുടെ വല പോലെ നമ്മുടെ കാലില് രക്തക്കുഴലുകൾ ചുരുങ്ങി 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 ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ കാലിനുണ്ടാകുന്നു. അടുത്തത് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് മുഖേനയും നമ്മുടെ ബോഡിയുടെ അവിടെ ഇവിടെയും ബ്രൗണിഷ് ബ്ലാക്കിഷ് റെഡ് ഇങ്ങനെ പാച്ച് കുഞ്ഞു കുഞ്ഞു പിഗ്മെന്റേഷൻസ് വരുന്നു. അത് ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകാതെ വരുന്നത് കൊണ്ടാണ്. അതുപോലെ ഈ രോഗാവസ്ഥ കൂടുതലാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ടാകുന്നു. അതായത് നമ്മുടെ ബോഡിയിലെ സ്കിന്നിന്, കണ്ണിന്റെ വെള്ള ഭാഗത്തിന്, അതുപോലെ തന്നെ നെയിലിന് ഇതിനൊക്കെ മഞ്ഞ കളർ ഉണ്ടാകുന്നു. ഇത് മഞ്ഞ കളർ ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ അകത്തോടെ ഹീമോഗ്ലോബിൻ, ഹീം എന്ന് പറഞ്ഞാൽ അയൺ കണ്ടന്റ്, ഗ്ലോബിൻ എന്ന് വെച്ചാൽ പ്രോട്ടീൻ കണ്ടന്റ്, ഇത് രണ്ടും കൂടെ പൊട്ടുന്ന അവസ്ഥയിൽ ഒരു ബിലിറൂബിൻ എന്ന് പറയുന്ന സംഭവം പുറത്തു വരുന്നു. ഈ പിഗ്മെന്റ് നമ്മുടെ ലിവറിലൂടെ കടന്ന് ബൈൽ ഡക്റ്റിൽ കൂടി നമ്മുടെ ഇൻഡസ്റ്റൈനിലോട്ട് വന്ന് അത് പുറത്ത് ഡൈജസ്റ്റീവ് ട്രാക്ട് വഴി പുറത്ത് പോകേണ്ടതാണ്. അപ്പോൾ ഈ ബൈൽ പ്രവർത്തിക്കാതെ വരികയും ഈ ബിലിറൂബിൻ പുറത്തു പോകാതെ വരികയും ചെയ്യുമ്പോൾ ഇത് ബ്ലഡിൽ തന്നെ ഈ ബിലിറൂബിൻ കൂടുന്നത് കൊണ്ട് ഈ സ്കിന്നിലെല്ലാം ഈ മഞ്ഞ കളർ വരുന്നത്. ഇതിന്റെ പരിഹാര മാർഗങ്ങൾ ക്വാളിറ്റി ഫുഡ്, അതായത് കാലോറി കുറഞ്ഞ ഫുഡ്, ലീഫി വെജിറ്റബിൾ, മധുരം കുറഞ്ഞ ഫ്രൂട്ട്സ് എന്നിവ കഴിക്കുകയും അതിനോടൊപ്പം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഫാറ്റ് മൊത്തമായിട്ട് കുറയുകയും അതിനോടൊപ്പം ലിവർ ഫാറ്റ് കുറയുകയും ഡയബറ്റിക് എന്ന അവസ്ഥ ബ്ലഡ് ഷുഗർ കുറയുകയും ചെയ്യുന്നു. അതിനോടൊപ്പം നമുക്ക് കുടിക്കാവുന്ന ഒരു കോഫി എന്ന് വെച്ചാൽ 3 നേരം ഓരോ ഗ്ലാസ് പാലൊഴിക്കാത്ത, പഞ്ചസാര ഇടാത്ത കട്ടൻ കാപ്പി കുടിക്കുക. ഈ കട്ടൻ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ ബ്ലഡിൽ ചെല്ലുമ്പോൾ പാരാസാന്തിൻ എന്ന ആന്റി ഓക്സിഡന്റ് ആയിട്ട് മാറുന്നു. ഇത് ഫാറ്റി ലിവറിനെ കുറയ്ക്കുന്നു. അത് 5 PM മുമ്പായിട്ട് ഈ കട്ടൻ കാപ്പി കുടിക്കുന്നത് നിർത്തണം. കാരണം അത് ബ്രെയിൻ എനർജി കൂട്ടുന്നു, അതിലൂടെ ഉറക്കം കുറയ്ക്കുന്നു. അടുത്തത് ഗാർലിക് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി. അതിന്റെ അല്ലി ചവച്ചരച്ച് കഴിക്കുന്നത് മുഖേനയും അത് ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്നത് മുഖേനയും നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അല്ലിസിൻ എന്ന് പറയുന്ന ഘടകം നമ്മുടെ ബോഡിയിലെ ബ്ലഡിനകത്ത് എത്തിച്ചെല്ലുമ്പോൾ അല്ലിഡിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ആയിട്ട് മാറുന്നു. ഈ അല്ലിഡിൻ പ്രവർത്തിച്ച് നമ്മുടെ ഫാറ്റ് മെറ്റാബോളിസം കൂട്ടിയിട്ട് ഫാറ്റി ലിവറിൻ്റെ അകത്തെ ഫാറ്റിനെ അലിയിച്ച് കളയുന്നു. അതിനോടൊപ്പം ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് നമ്മുടെ തലച്ചോറിനുള്ളിലെ ഓർമ്മയുടെ ഒക്കെ കോശങ്ങളുടെ ഓക്സിഡേഷൻ തടയുകയും അതുപോലെ അങ്ങനെ നമുക്ക് അൾഷിമേഴ്സ് ഡിമെൻഷ്യ എന്ന അസുഖത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ബോഡിയിൽ BP കൂട്ടുന്നത് ആൻജിയോടെൻസിൻ 2 ഹോർമോൺ ആണ്. അപ്പൊ ഈ ഗാർലിക്കിന്റെ അകത്ത് ഈ ഘടകം അല്ലിഡിൻ എന്ന് പറയുന്ന ഘടകം ഈ ആൻജിയോടെൻസിൻ 2 ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും അതുപോലെ അങ്ങനെ BP കുറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ കാർഡിയോവസ്കുലർ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കും കുറയ്ക്കുന്നു. അതിനോടൊപ്പം ഇതിനകത്ത് സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഈ ഗാർലിക്കിൻ്റെ അകത്ത് സൾഫർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അത് ഡീടോക്സിഫിക്കേഷൻ സഹായിക്കുന്നു. അതുപോലെ വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നിന്നും കൂടുതലായിട്ട് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പുറന്തള്ളാൻ സഹായിക്കുന്നു. അത് കണക്ക് ഇതിന്റെ പിഗ്മെന്റേഷനും ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നു. അത് പിഗ്മെന്റേഷനും നമ്മുടെ തളർച്ചയെല്ലാം കുറച്ചുകൊണ്ട് ഇത് ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നു. അതിനോടൊപ്പം ഇത് ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഓസ്റ്റിയോപോറോസിസും തടഞ്ഞ് ബോൺ ഹെൽത്തിനെ സഹായിക്കുന്നു. അടുത്തതായിട്ട് വാൾനട്ട് ഇതിൻ്റെ അകത്ത് വാൾനട്ടിനകത്ത് ഗ്ലൂട്ടാത്തയോണും അമിനോ ആസിഡ് ആർജിനിനും ഉണ്ട്. ഇത് ഫാറ്റി ലിവർ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്നത് ടർമറിക് എന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞളിൻ്റെ അകത്ത് കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ടോക്സിക് സബ്സ്റ്റൻസിനെ കൂടുതലായിട്ട് പുറന്തള്ളാനും അതുപോലെ തന്നെ ഫാറ്റി ലിവർ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് നമുക്ക് ചെറു ചൂടുവെള്ളത്തിലിട്ട് കുടിക്കുകയോ കറികൾക്കകത്തൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയോ അതിന് വേണമെങ്കിൽ കിടക്കാൻ പോകുന്ന സമയത്ത് ചെറു ചൂടുള്ള പാലിൻ്റെ അകത്ത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കുടിക്കുകയോ ചെയ്യുന്നത് മുഖേന നമുക്ക് ധാരാളമായ പ്രയോജനങ്ങൾ കിട്ടുന്നു. ഒമേഗ-3 ഫാറ്റി ആസിഡ് കൂടുതലായിട്ടുള്ള മത്സ്യങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ മത്സ്യങ്ങൾക്കകത്ത് കൂടുതലായിട്ട് ഒമേഗ-3 ഫാറ്റി ആസിഡ് ഉണ്ട്. മീൻ നെയ്യൊക്കെ കൂടുതൽ അടങ്ങിയ അങ്ങനെയുള്ള മത്സ്യങ്ങൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് സാധിക്കത്തില്ലാത്തവർക്ക് ഒമേഗ-3 ഫാറ്റി ആസിഡിന്റെ ക്യാപ്സൂൾ മേടിക്കാൻ കിട്ടും.
നമ്മുടെ ഫുഡിനകത്ത് ബീറ്റ്റൂട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുക, ബീറ്റ്റൂട്ട് തോരൻ വെച്ചും അങ്ങനെ കറികൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുക, അത് ജ്യൂസ് അടിച്ച് ഉപയോഗിക്കുക. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് ഈ അല്പം നാരങ്ങ നീര് ചേർത്ത് ഉപയോഗിക്കാം. ഇതിനകത്ത് വൈറ്റമിൻ സി ബീറ്റ്റൂട്ടിൻ്റെ അകത്തുകൊണ്ട്, അതുപോലെ തന്നെ ഈ നാരങ്ങയ്ക്ക് അതുകൊണ്ട് ഈ വൈറ്റമിൻ സി കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് മുഖേനയും നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഫാറ്റി ലിവർ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതിനോടൊപ്പം ഇതിനകത്ത് ഹീം കണ്ടന്റ് എന്ന് വെച്ചാൽ അയൺ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് ഹീമോഗ്ലോബിൻ കൂട്ടാൻ ഇത് സഹായിക്കുന്നു. അതിനോടൊപ്പം നമുക്ക് കഴിക്കാവുന്ന ബീറ്റ്റൂട്ട് ജ്യൂസ് ഒത്തിരി നല്ലതാണ്. ധാരാളം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാനും പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു. അടുത്തത് അലോവേര. അലോവേരയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറ്റാർവാഴയുടെ പച്ച കളറിലുള്ള ഭാഗം കളഞ്ഞതിന് ശേഷം അതിൻ്റെ പൾപ്പ് മാത്രം എടുത്തതിന് ശേഷം അത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. ജ്യൂസ് അടിച്ച് കുടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് നമുക്ക് ശർക്കര, ജാഗരി എന്ന് പറഞ്ഞ ശർക്കര ഉരുക്കി അതിനകത്തെ അഴുക്കെല്ലാം കളഞ്ഞ് അരിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിനകത്ത് ആക്കുക. അതിനുശേഷം ഈ പൾപ്പ് അതിനോട് ചേർത്ത് 7 ദിവസം വെയിലത്ത് വെച്ച് അത് നല്ലവണ്ണം ഡ്രൈ ആക്കിയതിന് ശേഷം സ്പൂൺ വഴി എല്ലാ ദിവസവും നമുക്ക് കഴിക്കാം. ഇതിനകത്തും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയ വൈറ്റമിൻ സി, എ, ഇ എന്നിവയുണ്ട്. അത് എല്ലാം ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ആ ആന്റി ഓക്സിഡന്റ് ആയി പ്രവർത്തിക്കുന്നത് മുഖേന നമുക്ക് ഈ ഫാറ്റി ലിവർ കുറയ്ക്കാനും ഓക്സിഡേഷൻ കുറച്ചിട്ട് ഫാറ്റി ലിവറിന്റെ അവസ്ഥ കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നു. ഇനിയും എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇത് ഫാറ്റി ലിവർ ഉണ്ട് എന്നതിന് എന്തൊക്കെ ടെസ്റ്റുകളാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തത് മുഖേന, MRI, CT എന്നീ സ്കാൻ ചെയ്യുന്നത് മുഖേനയും, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് മുഖേനയും, അതുപോലെ തന്നെ നമുക്ക് STOT, STPT ലെവൽ കണ്ടുപിടിക്കുന്നത് മുഖേനയും നമുക്ക് ഇത് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ നമ്മുടെ ഈ സിംറ്റംസ് വഴി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി STPT, STOTയുടെ ലെവൽ എന്തൊക്കെയാണ് നോർമൽ എന്ന് നമുക്ക് നോക്കാം. STPT ലെവൽ 56 താഴെ നിൽക്കണം. അതുപോലെ തന്നെ STOT ലെവൽ ആണെങ്കിൽ മെയിൽസിന് 50 താഴെയും ഫീമെയിൽസിനാണെങ്കിൽ 45 താഴെയും നിൽക്കണം. അല്ലെങ്കിൽ ഈ ഫാറ്റി ലിവർ അങ്ങനെയുള്ള സിറോസിസ് അങ്ങനെയുള്ള ലെവലിലോട്ട് പോയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം.